ഐസ് വെള്ളം ഇവിടെ ശരിക്കും അത്യാവശ്യം നോർമൽ ചൂടാണ്, ഒരു 30 ഡിഗ്രി ഒക്കെ ആണുള്ളത്. പക്ഷേ ഈ വെള്ളത്തിന് ഐസ് ഉരുകിയതുപോലെയുള്ള വെള്ളം, നമുക്ക് തൊടാൻ പറ്റാത്തത്ര തണുപ്പാണ്. നമ്മൾ ഗുഡൌരി മൗണ്ടൻ്റെ ടോപ്പിലെത്തി. സൂക്ഷിച്ച് നോക്കിയാൽ അവിടെയൊക്കെ ഐസ് ഗ്ലേഷ്യറുകൾ ഇപ്പോഴും ഉണ്ട്, ആ മലയുടെയൊക്കെ ടോപ്പിൽ. ഒരുപാടല്ല, ചെറുതായിട്ട്. അർമേനിയയിൽ കണ്ട അത്രയില്ല, കുറച്ച് അവിടെ ആയിട്ടുണ്ട് ഇപ്പോഴും ഉരുവാത്ത മഞ്ഞുണ്ട്. ഇവിടുത്തെ വ്യൂ കണ്ടോ, 360 ഡിഗ്രി വ്യൂ. ഈ ഒരു വാലി മുഴുവൻ ഇങ്ങനെ പല കളറിലുള്ള പൂക്കളാണ്. ഒരു വല്ലാത്ത ഭംഗിയാണിത്. ഇതാണ് 360 ഡിഗ്രി വ്യൂ. അവിടുന്ന് കുറച്ച് നടന്നു വന്നാൽ ഒരു ചെറിയൊരു കുന്നാണ്. ഇവിടുന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നല്ല കാറ്റുമുണ്ട്. അവിടെ ഗുദൗരി ടൗണാണ് ആ കാണുന്നത്. ഈ മലകളൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒന്നും തിരക്കുമില്ല, എല്ലാവരും താഴെ നിൽക്കുകയാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പസനൂരിലുള്ള അരാഗ്വീർവറിൻ്റെ സംഗമം അത് കണ്ടു. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഗുഡൗരി മൗണ്ടനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡൗരി മൗണ്ടനിൽ കാണാനുള്ള, ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണാനുള്ള കാഴ്ചകളാണ്. അവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോനുമെൻ്റ് ഉണ്ട്. ഗുഡൗരി മൗണ്ടനിലോട്ടുള്ള ഈ ഒരു കാഴ്ചകളിലേക്ക്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നാച്ചുറലായിട്ട് ഇവിടെ നിന്ന് എടുക്കുന്ന ഹണി എന്നാണ് പറഞ്ഞത്. ഈ സൈഡിലൊക്കെ അതുപോലെയുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ഷോപ്പൊക്കെ അടച്ചിട്ടാണുള്ളത്. ആ ഭാഗത്തൊക്കെ കുറേ ഷോപ്പുകൾ കാണുന്നുണ്ട്. How far the next location is? 1 hour? No, 40 minutes maximum. Friendship Monument? Friendship Monument. ഓക്കെ. പുറത്തുനിന്ന് പറഞ്ഞാൽ പസനൂരി വില്ലേജാണ് ഈ കണ്ടത്. തണുപ്പ് സമയത്ത് ഇവിടെ 1 മീറ്ററോളം മഞ്ഞുണ്ടാവും. January, February full of snow. ജനുവരി ഫെബ്രുവരിയിൽ മുഴുവൻ മഞ്ഞായിരിക്കും. അപ്പോൾ പൊതുവെ ചൂട് സമയത്ത് ട്ബിലിസി സിറ്റിയിലുള്ള ആൾക്കാർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനും, അതായത് ചൂട് കുറവായിട്ടുള്ള സ്ഥലങ്ങൾ പ്രിഫർ ചെയ്യുമ്പോൾ നേരെ വരുന്നത് ഇവിടെ പസനൂരിലാണ്. നമ്മുടെ 2 സൈഡും ട്രഡീഷണൽ രീതിയിലുള്ള ഒരുപാട് കോട്ടേജുകളൊക്കെയാണ് ഉള്ളത്, ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് ഉള്ളത്. ഒരു പഴയ ഒരു ചെറിയ വില്ലേജാണ്, പക്ഷേ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് പസനൂർ. ഇവിടെ എല്ലാം റാഫ്റ്റിംഗ് ആക്ടിവിറ്റീസാണ്. നല്ല തിരക്കുണ്ട്. നമുക്ക് പിന്നെ റാഫ്റ്റിങ്ങിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ചെയ്യാത്ത. ഡ്രിങ്കബിൾ വാട്ടർ. ഓക്കെ. നമ്മൾ വെള്ളം കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കുപ്പി എടുത്തിറങ്ങാൻ പറഞ്ഞ് വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഒരു ഇറങ്ങി. ഇവിടെ ഒരു എന്താണ് കുടിക്കാൻ പറ്റിയ വെള്ളം കിട്ടുന്ന ഒരു ചെറിയൊരു ഉറവ ഉണ്ടെന്നാണ് പറഞ്ഞത്, സ്പ്രിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാം, വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ്. ഇവിടെ ഒരു കുപ്പിയും വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നലെ നമ്മൾ കണ്ടില്ലായിരുന്നു ആ ഒരു റിവറിൽ പോയപ്പോൾ. ഐസ് വെള്ളം ഇവിടെ ശരിക്കും അത്യാവശ്യം നോർമൽ ചൂടാണ്, ഒരു 30 ഡിഗ്രി ഒക്കെ ആണുള്ളത്. പക്ഷേ ഈ വെള്ളത്തിന് ഐസ് ഉരുകിയതുപോലെയുള്ള വെള്ളം, നമുക്ക് തൊടാൻ പറ്റാത്തത്ര തണുപ്പാണ്. കുടിക്കാൻ പറ്റും, പക്ഷേ നല്ല തണുപ്പാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത്, അതായത് ഫ്രീസറിൽ നിന്ന് എടുത്ത വെള്ളം പോലെ ഉണ്ട്. ഇടയ്ക്ക് നിർത്തി വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. പതിയെ മല കയറാൻ തുടങ്ങി. ഈ വില്ലേജിൻ്റെ പേര് നഗ്വാരവി എന്നാണ്. ഒരു ബോർഡ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്കിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ പള്ളികളാണ് കാണാൻ. എന്ത് രസമാണെന്നറിയോ. ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. റോഡിൻ്റെ സൈഡിൽ മാത്രമേ ഉള്ളൂ താമസം. അതിൻ്റെ മേളിലോട്ട്, അതിന് നമ്മുടെ വലതുവശത്ത് അരാഗ്വി നദിയാണ്, അതിന് അപ്പുറത്തെ വശത്ത് വീടുകളുണ്ട്. ഈ 2 മലയുടെ ഇടയിൽ കൂടെയാണ് ഈ റോഡും നമ്മുടെ അരാഗ്വി നദിയും പോകുന്നത്. അപ്പോൾ വലതുവശത്ത് നദിയുടെ അക്കരയിൽ വീടുകളുണ്ട്, അതുപോലെ ഈ റോഡിൻ്റെ സൈഡിൽ വീടുകളുണ്ട്. പക്ഷേ മല തുടങ്ങുന്നതിന് മുമ്പ് ഈ താഴ്വാരത്ത് മാത്രമേ വീടുകളുള്ളൂ. പരന്നൊരു
പ്രദേശമാണ്. എനിക്ക് തോന്നുന്നു നെൽകൃഷിയാണെന്ന് തോന്നുന്നു. വൈക്കോലൊക്കെ നെൽകൃഷിയുണ്ട്, ഗോതമ്പുണ്ട്. വാട്ട് ഈസ് ദിസ്? Grass. ഗ്രാസ്. ഓക്കെ 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 Cutting. ഓക്കെ They ഓക്കെ. save winter time. Because winter time is no coming. സോ ദേ ആർ സേവിങ് ഫോർ Under buildings they have. Ah, And okay. they give every day because they cannot bring out animals winter time ഓക്കെ 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 ആയിക്കോട്ടെ. for winter. ഞാൻ അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് ഗോതമ്പോ അല്ലെങ്കിൽ നെല്ലോ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഗൈഡിനോട് ചോദിച്ചോ, പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് പുല്ല് കട്ട് ചെയ്തിട്ട് ഉണക്കി അങ്ങനെ വെച്ചിരിക്കുക, കുതിരയ്ക്കും പശുവിനും ആടിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ 2-3 മീറ്റർ കട്ടിക്ക് മഞ്ഞ് വീണിട്ട് ഇവർക്ക് ഒന്നും പുല്ലോ അങ്ങനെ പച്ചപ്പൊന്നും കാണാനേ പറ്റില്ല. അതുകൊണ്ട് ഇവർ ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഈ സാധാരണ ക്ലൈമറ്റിൽ പുല്ല് കട്ട് ചെയ്ത് ഉണക്കിയിട്ട് നമ്മൾ വൈക്കോലൊക്കെ തുറു ഉണ്ടാക്കി കൂട്ടി വെക്കില്ലേ, അതുപോലെ വെക്കും. എന്നിട്ട് ഇതിനെ വേനലിന് മുമ്പ് കട്ട് ചെയ്തിട്ട് ഇവരുടെ വീടിൻ്റെ അടിയിലുള്ള സ്റ്റോറുണ്ട്, സ്റ്റോറിൽ സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് ആ സാധനമാണ് മഞ്ഞ് കാലമാകുമ്പോൾ ഇവരുടെ മൃഗങ്ങൾക്ക് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുല്ലാണ് ശരിക്കും കട്ട് ചെയ്ത് ഉണക്കി കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത്, അതായത് കൂന കൂട്ടി വെച്ചിരിക്കുന്നത്. ഇനി ഇവർ ഇതിനെ പാർട്ടായിട്ട് കെട്ടുകളായിട്ട് ഇതിനെ ഇവിടുന്ന് എടുത്തിട്ട് ഇവരുടെ വീട്ടിൻ്റെ അടിയിലുള്ള ഗോഡൗണിൽ സൂക്ഷിക്കും. എനിക്കൊന്നും കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. പുതിയ റോഡ് വരുന്നു. കയറ്റം കയറി തുടങ്ങി. പക്ഷേ വലിയ വലിയ ട്രക്കുകളൊക്കെ പോകുന്നതുകൊണ്ട് വളരെ പതിയെയാണ് മൂവ് ആവുന്നത്. ട്രാഫിക് നല്ല തിരക്കുമുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് കോക്കസസ് മൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റോഡ് സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള കളറിലുള്ള പൂക്കൾ ഒക്കെ കാണാൻ തുടങ്ങി. കാരണം നമ്മൾ ഒരുവിധം നല്ല ഹൈറ്റിൽ വന്നു. ഇവിടെ നിന്നാണ് നോർത്ത് ജോർജിയ സ്റ്റാർട്ട് ആവുന്നത്. This is best ski resort in Georgia. നമ്മൾ ഗോദാവരി ഒരു സ്കീ റിസോർട്ട് ദൂരം കണ്ടു. ഒരു 10-15 മിനിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗോദാവരി സ്കീ റിസോർട്ടാണ് ജോർജിയയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്കീ റിസോർട്ട്. മഞ്ഞുകാലത്ത് സ്കീയിങ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ എല്ലാം മഞ്ഞൊന്നും ഇല്ലാതെ മുഴുവൻ പച്ചപ്പിൽ വേറൊരു ലുക്ക് ആൻഡ് ഫീലാണ് ഇപ്പോൾ. Town Seture village. There is a town. Okay. നമ്മൾ ഗുഡൗരി മൗണ്ടൻ്റെ ടോപ്പിലെത്തി. ചെവിയൊക്കെ അടയാൻ തുടങ്ങി. ഇവിടെ കാണുന്നുണ്ട്, കണ്ടോ? മോനുമെൻ്റ് അവിടെ കാണുന്നുണ്ട്. ഇതൊരു റഷ്യൻ ജോർജിയൻ ഹൈവേ ആണത്. ശരിക്കും റഷ്യയിലോട്ട് പോകുന്ന ഹൈവേ ആണ്. സൂക്ഷിച്ച് നോക്കിയാൽ അവിടെയൊക്കെ ഐസ് ഗ്ലേഷ്യറുകൾ ഇപ്പോഴും ഉണ്ട് ആ മലയുടെയൊക്കെ ടോപ്പിൽ. ഒരുപാടല്ല, ചെറുതായിട്ട്. അർമേനിയയിൽ കണ്ട അത്രയില്ല, കുറച്ച് അവിടെ ആയിട്ടുണ്ട് ഇപ്പോഴും ഉരുവാത്ത മഞ്ഞുണ്ട്. ഇത് കണ്ട ഒരു റഷ്യൻ കാർ. റഷ്യയിൽ നിന്ന് പൊതുവെ ആൾക്കാർ ജോർജിയയിലോട്ട് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റോഡാണ്. ആ ടണൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ വ്യൂ മഞ്ഞ് കാലത്ത് ഈ കാണുന്ന പച്ചപ്പ് മുഴുവൻ ഐസായിരിക്കും. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട്ഷിപ്പ് മോനുമെൻ്റ് അവിടെയാണ്. നമുക്ക് ഡബിൾസ് വാലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാലി ഉണ്ട്. ആ വാലിയുടെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ വാലിയുടെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടൊരു ഏരിയ സിമൻറ്റ് ഇട്ടിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സേഫ്റ്റിയാണ്, നമുക്ക് കുറച്ച് നല്ല സൗകര്യമായിട്ട് നിന്ന് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും
ഒക്കെയാണ്. വാ, ഇവിടുത്തെ വ്യൂ കണ്ടോ, 360 ഡിഗ്രി വ്യൂ. ഈ ഒരു വാലി, നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വാലി അറിയപ്പെടുന്നത് ഡബിൾസ് വാലി എന്നാണ്. അത് കണ്ടോ, ഒരു ലേക്ക്. ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ഒരു പ്രത്യേക കളറാണ്. ഒരു നീലയും പച്ചയും ഒക്കെ ചേർന്നിട്ട്. നമ്മുടെ മക്കാവരി റിവറില്ലേ, അരാഗ് റിവറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ഈ ഒരു റോഡില്ലേ, ഇത് ശരിക്കും റഷ്യൻ ജോർജിയൻ ഹൈവേ ആണ്. ജ്വാരി പാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ റഷ്യൻ ജോർജിയൻ മോനുമെന്റ് ഉള്ളത്. ജ്വാരി പാസ് വരുന്നത് കോട്ട്ലി ഖക്കത്തി രാജ്യത്തിന്റെ അണ്ടറിലായിരുന്നു. ആ സമയത്ത് അവരും റഷ്യൻ സാമ്രാജ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട്, അതൊരു സൗഹൃദ ഉടമ്പടിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടിയുടെ 200-ാം വാർഷികത്തിലാണ് ഈ ഒരു മോനുമെന്റ് ഉണ്ടാക്കിയത്. ഈ ഒരു വാലി മുഴുവൻ ഇങ്ങനെ പല കളറിലുള്ള പൂക്കളാണ്. ഒരു വല്ലാത്ത ഭംഗിയാണിത്. ഇവിടെ വന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഡെവിൾ വാലി കണ്ടിട്ട് ഇനി അടുത്ത് മൊനുമെന്റിൻ്റെ അങ്ങോട്ട് പോവാണ്. അതിനിടയിൽ ഒരു ഫോട്ടോ ഏരിയ കണ്ടപ്പോൾ നിന്നതാണ്. Look here, writing Uzbeki. We going Georgian alphabet. This red. Uzbeki. I love Uzbeki. ഓക്കെ, ഐ ലവ് കസ്ബേഗി. Last time Uzbeki. അവിടെ എഴുതിയിരിക്കുന്നത് ഐ ലവ് കസ്ബേഗി എന്നാണ്. നമ്മൾ ഇനിയിപ്പോൾ കസ്ബേഗിയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആരോ അങ്ങോട്ട് വെച്ചിരിക്കുന്നത്. മഴ പെയ്യാൻ തുടങ്ങി, ചെറിയ ചാറ്റൽ മഴ. എന്നാൽ വെയിലുമുണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മോനുമെൻറ്റിൽ അത്യാവശ്യം തിരക്കായി. ഇവിടെ എല്ലാം ആൾക്കാർ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, കാഴ്ചകൾ കാണുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. കുറച്ച് ഒരു 50 മീറ്റർ ഉണ്ട് നടന്ന് മുകളിലോട്ട് കയറണം. അത്ര സ്റ്റീപ്പായിട്ടുള്ള കയറ്റമല്ല, ചെറിയൊരു കയറ്റമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗത്ത് ഹോഴ്സ് റൈഡിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇവരുടെ ലോക്കൽ ബ്രെഡാണ്. ഇവിടെ ബഗ്ഗി റൈഡും പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നടന്ന് മുകളിലെത്താറായി. Guys, Quadrat House, join us. ഇതാണ് ഒരു 360 ഡിഗ്രി വ്യൂ. 1783 അവരുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് ഇല്ലേ, അത് സൈൻ ചെയ്തത്. 1983 ആയപ്പോൾ 200 വർഷമായി. ആ സമയത്താണ് ഈ മോനുമെൻ്റ് ഉണ്ടാക്കിയത്. ഉടമ്പടിയായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇവിടെ ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ എനിക്കൊന്ന് കുറേ യുദ്ധമോ കാര്യങ്ങളോ എന്തൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഗൈഡ് വന്നിട്ടില്ല. പുള്ളി വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ പറഞ്ഞു തരും എന്താണ്. അതുപോലെ വലതുവശത്തും യുദ്ധമായിട്ടോ അല്ലെങ്കിൽ കുറേ രാജാക്കന്മാരുടെ എന്തോ ഒരു പിക്ചേഴ്സൊക്കെയാണ്. അത് മുഴുവൻ ഈ ടൈൽ ടൈപ്പിലുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ പോയിരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കാനൊക്കെ ഉള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട അത് ഒരു വ്യൂ ആണ്. ഇവിടെ എല്ലാം പൂക്കൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഭാഗത്തൊക്കെ ആൾക്കാർ പോയി നിൽക്കുന്നുണ്ട്. Right side Russian heroes. Mosaic and This is Georgian heroes. Okay. Soviet Union time, communists and Georgians together built because people called friendship monument. Before was friendship, now not too much. സോവിയറ്റ് യൂണിയൻ കാലത്ത് റഷ്യയും ജോർജിയയും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു സൈഡിൽ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു ഉടമ്പടിയുടെ സംഭവം, വലതുവശത്ത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് രാജാക്കന്മാരുടെ അവരുടെ ഭരണമാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഈ നമ്മുടെ വലതുവശത്ത് കാണുന്നത്. ഇനി കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഇറങ്ങിയിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകൾ കാണാം. Let's go from after we will go. ഇവിടെ നല്ല പൂക്കളുണ്ട്. You are tall man. ഇതൊരു ബാറാണ് ഇതിൻ്റെ താഴെയുള്ളത്. ആ ബാറിൻ്റെ പുറത്താണ്. നമ്മൾ മേളിൽ നിന്ന സമയത്ത് ഒരുപാട് ആൾക്കാരും തിരക്കുമായിരുന്നു. ഇവിടെ ആരുമില്ല. ഈ ബാറിൻ്റെ ഈ സൈഡാണ്. അവിടെ ഒരു ചെയറുണ്ട്. അതിൽ പോയി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ പോയി നിൽക്കുന്നുണ്ട്. വീഡിയോയിൽ അത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ രണ്ട് വെള്ളച്ചാട്ടം ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം മഞ്ഞുരുകി വരുന്ന വെള്ളച്ചാട്ടമാണ്. അതുപോലെ വീട് പറഞ്ഞൊരു കാര്യം, അവിടെ താഴെ കുറച്ച് പശുക്കളൊക്കെ ഒന്ന് പെയ്യുന്നുണ്ട്. അതിനടുത്ത് കുറച്ച് പഴയ ബിൽഡിംഗ് ഇരിപ്പുണ്ട്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വില്ലേജ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ അവശിഷ്ടങ്ങൾ താഴെ കാണാൻ പറ്റും. അവിടെ ഇതല്ല പൂക്കൾ. കാട്ടുപൂക്കളാണ് ഈ ഒരു ഏരിയയിൽ. Go up because we will see around very nice view also. ഓക്കെ, ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഫോട്ടോ കിട്ടും, നല്ല വ്യൂ കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചേ ഉള്ളൂ, കുറച്ച് നടന്നു വന്നാൽ മതി. ഇവിടെ ഇതുണ്ടല്ലേ റെസ്റ്റോറൻറ്റ്, ബഗ്ഗി റൈഡ് പരിപാടികളൊക്കെ. നമ്മൾ ഇതുപോലുള്ള സ്പോട്ടിലൊക്കെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പാരറ്റിനെയൊക്കെ വെച്ചിട്ട് ആൾക്കാരുണ്ടാവും. അവർ പ്രത്യേകിച്ച് പിള്ളേരുമായിട്ട് പോകുമ്പോൾ അവരോട് പറയും ടച്ച് ചെയ്തോ
ഫ്രീ ആണ്, കാശൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് എടുപ്പിക്കും. ഇത് നമ്മുടെ ദേഹത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും കാശ് വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സ്കാമും കൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. വരുന്നവരൊന്ന് ശ്രദ്ധിക്കണം അത്. അവിടുന്ന് കുറച്ച് നടന്നു വന്നാൽ ഒരു ചെറിയൊരു കുന്നാണ്. ഇവിടെ നിന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നല്ല കാറ്റുമുണ്ട്. അവിടെ ഗുദൗരി ടൗണാണ് ആ കാണുന്നത്. ഈ മലകളൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇവിടെ വന്ന് തിരക്കുമില്ല, എല്ലാവരും താഴെ നിൽക്കുകയാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ലോക്കലായിട്ടുള്ള ഗൈഡിനെയൊക്കെ എടുത്താലുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് ചെറിയ ചെറിയ ഇതുപോലുള്ള ടിപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പോട്ടുകളുണ്ടാവും. നമുക്ക് അറിയാൻ പറ്റാത്ത കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ടാവും. This is highest pass, Juari Juari Pass. Pass, okay. 2,395 meters. 2395 മീറ്റർ ഉയരത്തിലുള്ള ജ്വാരി From പാസ്സാണ് Sri Lanka. We will ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ് മോനുമെൻറ്റിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയെന്ന് തോന്നുന്നു. അത് മാത്രമല്ല എൻ്റെ മൊബൈലിൻ്റെ ചാർജ് എല്ലാം പോയി, മൊബൈലിലും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ നമ്മുടെ ഗോപ്രോയുടെ ചാർജും ഏകദേശം തീരാറായി. ഇനിയും കസ്ബേഗി അതുപോലെ ജ്വാരി പാസിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കവർ ചെയ്യാനുണ്ട്. എൻ്റെ ഒരു പഴയ മൊബൈലുണ്ട്, അതിൽ പറ്റുന്ന രീതിയിൽ എടുക്കാന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. എന്തായാലും ലോ ക്വാളിറ്റിയിലായാലും ഞാൻ ആ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. നമ്മൾ ഇതുവരെ വന്നിട്ട് അത് എടുക്കാതെ പോകുന്നത്, നിങ്ങളെ കാണിക്കാതെ പോകുന്നത് ശരിയല്ലോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.